ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഞാനെന്നുള്ള നമ്മുടെ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിൽ ബാങ്ക് ജംഗ്ഷനിലായിട്ടുള്ള പൈനിയർ ബജാജിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഓൾ ന്യൂ 220, അതായത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും മീറ്റർ അപ്ഡേഷന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഫ്രീ ആയതും ഇപ്പോഴാണ് നമുക്ക് വണ്ടി അവൈലബിൾ ആയതും കേട്ടോ. അപ്പോൾ ഓൾ ന്യൂ 220ൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് മീറ്റർ അപ്ഡേഷനാണ് മെയിൻ. അതുപോലെ FI സിസ്റ്റം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതേക്കുറിച്ചുള്ള വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് പേജും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കേട്ടാ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ വണ്ടി ഉൾപ്പെടെ എല്ലാ വണ്ടികളുടെയും സംശയം അവിടെ ക്ലാരിഫൈ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വണ്ടിക്കാര്യം മാത്രം. സോ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, 220 പൾസർ 220 പൾസർ സീരീസിലെ കിങ് ഓഫ് ദ മെഷീൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ. അതായത് പൾസർ എന്താണെന്ന് നമ്മുടെ റോഡുകളെ പഠിപ്പിച്ച ഒരു വണ്ടി, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സെഗ്മെന്റിൽ പവറായിട്ട് ഇറങ്ങിയ ഒരു വണ്ടി, അതാണ് നമ്മുടെ പൾസർ കേട്ടോ. കാരണം പൾസറിൽ പല സീരീസ് ഉണ്ട്. പൾസർ 125, 150, 160, 165 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിനുശേഷം 180, 220. ഇതാണ് പൾസറിൻ്റെ ഒരു സീരീസ് എന്ന് പറയുന്നത് കേട്ടോ. പൾസർ 220 ആദ്യം ഇറങ്ങിയ മോഡൽ, അതായത് ആദ്യം ഇറങ്ങിയ ഒരു മോഡലുണ്ട്, ഈ ഫെയറിംഗ് ഒന്നും ഇല്ലാത്തൊരു മോഡൽ. അപ്പം അത് ആദ്യം പൾസർ 220 ഇറങ്ങിയൊരു മോഡലാണ്. അതൊക്കെ റെയറാണ് കേട്ടോ വണ്ടി. വേണമെങ്കിൽ ഇതിലൊക്കെ ഫെയറിംഗ് ഒരു മാറ്റാം, അല്ലെങ്കിൽ നമ്മളൊരു 180 സിസ്റ്റം, ആ ഒരു സിസ്റ്റമാണ് ആദ്യത്തെ 220 എന്ന് പറയണം. അതിനുശേഷം 2010 തൊട്ട് ആ ഒരു ടൈമിൽ എന്താണ് 220 ഈ ഒരു മോഡലിൽ ഇറങ്ങാൻ തുടങ്ങിയത്. അതിനുശേഷം പക്ക പെർഫോമൻസ് ബൈക്കായിട്ട്, പെർഫോമൻസ് ഓറിയൻറ്റലായിട്ട് ഒരു ഡിസൈനിലും മാറ്റം വരുത്താതെ സ്റ്റോക്കായിട്ട്, അതായത് ഇറങ്ങിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇന്ന് വരെ 2024 തീരാൻ പോണ്. ഈ ഒരു ടൈം വരെയും 220 ഇറങ്ങണത്. ആകെ വന്ന ഒരു അപ്ഡേഷൻ, റീസെൻ്റ്ലി വന്നൊരു അപ്ഡേഷനാണ് മീറ്റർ അപ്ഡേഷൻ കേട്ടോ. മീറ്റർ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. ഞാൻ അതിൽ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എനിക്ക് പഴയ മീറ്ററാണ് ഇഷ്ടം കേട്ടോ. ആ ഒരു RPM അനലോഗും ബാക്കിയെല്ലാം ഡിജിറ്റലും പറഞ്ഞാൽ ആ ഒരു മീറ്ററാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വണ്ടി പക്കയാണ്. വണ്ടി നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. അതുപോലെ നമുക്ക് ടൂറിങ്ങിനൊക്കെ പറ്റിയൊരു നല്ല വണ്ടി കൂടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റിയാണ് എടുത്ത് പറയേണ്ട. 15 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് കേട്ടോ. നമ്മുടെ ഡൊമിനോറിന് പോലും, അതായത് ടൂറർ ബൈക്കുകളുടെ ഡൊമിനോറിൽ പോലും 13 ലിറ്ററാണ്. പക്ഷേ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് 15 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി തരണം. എന്തുകൊണ്ടും ബെറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ടൂറിങ്ങിന് പറ്റിയ വണ്ടി കൂടിയാണ് കേട്ടോ. ബട്ട് നമ്മൾ ഓടിക്കുന്ന റൈഡിങ് സ്റ്റൈൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു റൈഡിങ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ, അതായത് സ്പ്ലിറ്റ് ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ കുറേ നമ്മൾ ലോങ് പോകുമ്പോൾ നമുക്ക് ഷോൾഡർ പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഓടിക്കുന്ന സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ആ ഒരു പെയിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ നമുക്കിന്ന് വണ്ടിയിലോട്ട് വരാം. വണ്ടിയിലോട്ട് വരുമ്പോൾ ഞാൻ റീസെൻ്റ്ലി 220 വീഡിയോ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി അല്ല, ഒരു 7 മാസം മുന്നേ ഞാൻ 220 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിവിടെ ഐ ബട്ടണിൽ എന്തായാലും ഇട്ടിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളും പിന്നെ 220 എന്താണ്, അതാണ് ഞാൻ പറയാൻ പോകണം കേട്ടോ. വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള മാറ്റം നമ്മുടെ ഡിജിറ്റൽ മീറ്റർ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് കാണാനൊന്നും പറ്റില്ല. നമ്മുടെ ഡിജിറ്റൽ മീറ്റർ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു കിടിലൻ ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് വന്നിട്ടുള്ള മെയിൻ മാറ്റം. വേറെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മോഡലിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഫെയറിങ്ങിലും ടാങ്കിൻ്റെ സൈഡിലും നമ്മുടെ, അതായത് ബാറ്ററി ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ബോക്സിലോട്ട് ഒരു കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കാർബൺ ഫൈബറാണ് കേട്ടോ. ഈ ഒരു ബാറ്ററി ബോക്സ് കംപ്ലീറ്റ് കാർബൺ ഫൈബറാണ്. ഈ ഒരു ഭാഗത്ത് വരുവാണെങ്കിൽ മൊത്തം സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗം തൊട്ട് ഇതുവരെയും സ്റ്റിക്കറാണ്, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് കൗളിലോട്ടും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. 220F എന്നുള്ള മെൻഷനിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ലുക്കിൽ വന്നിട്ടുള്ള മാറ്റം. ബാക്കി മീറ്ററിലാണ് മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി അറിയാമല്ലോ, കാർബറേറ്റർ വണ്ടി ആയിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിയും FI സിസ്റ്റമാണ്, ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 220 ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. ബജാജിൻ്റെ 220cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. നമുക്ക് എഞ്ചിൻ കാര്യങ്ങളോട്ട് പോവുകയാണെങ്കിൽ 4 സ്ട്രോക്ക് 2 വാൾവ് ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ്. 2 സ്പാർക്ക് പ്ലഗിൽ വരുന്നൊരു വണ്ടിയാണ്. 4 സ്ട്രോക്ക് വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പവറിൻ്റെ കാര്യം അന്നും ഇന്നും 220 ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുപോലെ അത്യാവശ്യം നല്ല ടോപ്പ് എൻഡ്, നല്ല പവറും കയറാൻ പറ്റിയ വണ്ടി തന്നെയാണ്. അതായത് ഒരു ധൈര്യമായിട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാം. കാരണം പണ്ട് മുതൽക്കേ തന്നെ ആൾക്കാർക്ക് അറിയാമെന്നുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകുമ്പോഴും ഓടിക്കുമ്പോഴും ആ ഒരു ഫീൽ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇപ്പോൾ ഒരു വണ്ടി എവിടെയും കൊണ്ട് ഇത് ഏത് വണ്ടി എന്നാരും ചോദിക്കില്ല, അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് എന്നാരും ചോദിക്കില്ല. ഇതിൽ ബജാജിൻ്റെ ബ്രാൻഡിങ് ആകെ കൊടുത്തുള്ള എഞ്ചിനിൽ മാത്രമാണ്. പക്ഷേ
പൾസർ ഈ ഒരു ലുക്ക് കാണുമ്പോൾ അറിയാം ഇത് ബജാജിൻ്റെ കുഞ്ഞാണ്, പൾസർ 220 ആണ് എന്ന് ഏതൊരാൾക്കും, അതായത് ഒരു 90s കിഡ്സ് മുതൽ ആർക്കും ഇതൊരു പൾസർ 220 ആണെന്ന് അറിയാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി കേട്ടോ. കാരണം എൻജിൻ കാര്യങ്ങളൊന്നുമല്ല, ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇന്നും ബജാജ് 20 വർഷങ്ങൾക്ക് ഇപ്പുറവും ബജാജ് ഈ ഒരു വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബജാജ് ഈ ഒരു വണ്ടി ഇറക്കണം കേട്ടോ. കുറച്ച് കാലം മുൻപ് ഈ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്നും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമല്ല. കാരണം ബജാജിന് അറിയാം ഈ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ബജാജ് ആകെ ഡൗൺ ആവും. പക്ഷേ ഈ ഒരു വണ്ടിക്കുള്ള ഫാൻ ബേസ് കാരണം അവർ പിന്നെയും ഈ ഒരു വണ്ടി തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിൻ കാര്യം പറയുകയാണെങ്കിൽ 4 സ്ട്രോക്ക് 12 ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, USD അല്ല. അത് എനിക്ക് എന്തുകൊണ്ടും ഒരു മാറ്റം വരുത്തേണ്ട കാര്യമാണ് തോന്നിയിട്ട്. കാരണം ഫ്രണ്ടിലുള്ള സസ്പെൻഷൻ ഒരു USD ഫോർക്ക് ആക്കായിരുന്നു. അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു കംഫർട്ട് കിട്ടും. പക്ഷേ ഓടിക്കുന്ന സമയത്ത് അതൊന്നും ഫീൽ ചെയ്യില്ല. എന്തായാലും അതൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. അന്നും ഇന്നും എന്നും 220 വരുന്ന ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു മാറ്റമില്ല. ഇറങ്ങുമ്പോൾ ആ മോഡലിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തുള്ള ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. ഹാലജൻ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റും 220 ഒക്കെ ഇന്നും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു LED ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അപ്ഗ്രേഡേഷൻ വണ്ടി കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു തനിമ നിലനിർത്താനായിരിക്കണം അവർ നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷനും LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാതെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നതും ഹാലജൻ ഹെഡ്ലൈറ്റ് കൊടുക്കുന്നതൊക്കെ ആ ഒരു തനിമ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് മാറ്റം വരുത്തായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ മഡ് ഗാർഡിൽ വരുമ്പോൾ ഒരു ചെറിയ കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ കൊടുത്തുകൊണ്ട് ഇതൊരു സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. അതുപോലെ ബിൽഡ് ക്വാളിറ്റി മാരക ബിൽഡ് ക്വാളിറ്റിയാണ്. ഫൈബർ ആണെങ്കിൽ മാരക ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു സാധനം എടുത്തറിയാനായിട്ട് പറ്റും. അതുപോലെ ടാങ്ക് മെറ്റൽ ടാങ്കാണ് ഇതിൽ പറഞ്ഞിട്ട്. ടൂറിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ, ടൂറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് പറയാൻ കാരണം 15 ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, നമുക്ക് ടാങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന ബാഗ് ഉണ്ടല്ലോ, ബാക്ക് പാക്ക്, അതൊക്കെ നമുക്ക് ടാങ്കിൽ അറ്റാച്ച് ചെയ്യാം. എന്തുകൊണ്ടും ബെറ്റർ ടാങ്കാണ് കേട്ടോ. മെറ്റൽ ടാങ്ക് ആയതുകൊണ്ട് തന്നെ പക്കയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സ്വിച്ച് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഇതാണ്. പാസ് സ്വിച്ച് പറഞ്ഞുണ്ട്, ഡിമ്മർ ബ്രൈറ്റ്, അതുപോലെ ഹാലജൻ, നമ്മുടെ 4 ഇൻഡിക്കേറ്റേഴ്സ് കത്തിച്ചിട്ടുള്ള ഹസാർഡ് പറഞ്ഞുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞുണ്ട്, ഹോൺ പറഞ്ഞുണ്ട്, മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് പറഞ്ഞുണ്ട്, കിൽ സ്വിച്ച് പറഞ്ഞുണ്ട്, സ്റ്റാർട്ട് സ്വിച്ച് പറഞ്ഞുണ്ട്. ഇത്രയാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. മീറ്ററിലോട്ട് ഞാൻ എന്തായാലും ഓടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. സോ ഇത്രയാണ് വണ്ടിയിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഫ്രണ്ടും ബാക്കും C8 ടയറാണ് വണ്ടിയിൽ തരുന്ന. സ്റ്റോക്കായിട്ട് വരുന്ന ടയർ C8 MRF ആയിരുന്നു. പക്ഷേ അതിപ്പോൾ C8 മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90-90-17 ഫ്രണ്ടിലത്തെ ടയർ സൈസ് C8 ടയറാണ്. ബാക്കിലോട്ട് വരുമ്പോൾ 120-80-17 ബാക്കിലെ ടയർ സൈസ് ആയിട്ട്. അതും C8 ടയർ തന്നെയാണ്. ഫ്രണ്ടിൽ 90-90 120 ബാക്കിൽ പറഞ്ഞാൽ 120-80 C8 ടയറാണ് സ്റ്റോക്കായിട്ട് വണ്ടിയിൽ പറഞ്ഞാൽ. അതുപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷനും നോർമൽ സസ്പെൻഷനാണ്. അതായത് അന്ന് തൊട്ടേ വരുന്ന നമ്മുടെ നൈട്രോസിൻ്റെ സസ്പെൻഷനാണ് ഇപ്പം ബാക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തനിമ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഇതിനൊരു മോണോ സസ്പെൻഷനൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു മോഡൽ പോകും കേട്ടോ. ആ ഉറപ്പാണ്, ആ ഒരു മോഡൽ പോകും. പിന്നെ അന്നും ഇന്നും എന്നും 220 സ്റ്റോക്കായിട്ട് ഉൾക്കൊള്ളുന്ന കാര്യമാണ് 220 എക്സോസ്റ്റ്. അന്ന് തൊട്ട് ഇന്ന് വരെയും സെയിം എക്സോസ്റ്റാണ് ഈ ഒരു വണ്ടിയിൽ പറഞ്ഞത്. അതായത് വണ്ടി ഇറങ്ങിയ കാലം തൊട്ട് സെയിം എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് മുമ്പ് ഒരു സിൽവർ കളറായിരുന്നു. ഇപ്പോൾ വണ്ടി മാറ്റങ്ങൾ വന്നതോടെ അതൊരു മാറ്റ് ബ്ലാക്ക് കളറിലായിട്ടുണ്ട്. അതാണ് മാറ്റം കേട്ടോ. പിന്നെ ബാക്കിൽ ടൈൽ ടേഡിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞത് കേട്ടോ. എന്തായാലും എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, 5.5 ആണ് എൻ്റെ ഹൈറ്റ്, 165 ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ. അതുപോലെ താക്കോൽ ഓണാക്കാൻ തന്നെ നമ്മുടെ പുതിയ മീറ്ററിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ വാണിംഗ് കാര്യങ്ങൾ പറഞ്ഞുണ്ട്. നമ്മുടെ ഡിമ്മും ബ്രൈറ്റും വാണിംഗ് പറഞ്ഞുണ്ട്, ഓയിൽ വാണിംഗ് പറഞ്ഞുണ്ട്, ABSൻ്റെ പറഞ്ഞുണ്ട്, എഞ്ചിൻ വാണിംഗ് പറഞ്ഞുണ്ട്, വാണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. ഇതാണ് കിൽ സ്വിച്ച്. ഇതാണ് അതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് കേട്ടോ. ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ വെയിലായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഞാനിവിടെ ഈ സ്വിച്ച് പിതുക്കും തോറും മോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. അപ്പം സെറ്റിങ്സ് ഒരുപാട് പറഞ്ഞുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു റൈഡ് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഗൈസപ്പം വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പറയുവാണെങ്കിൽ ഫെയറിങ്ങിൻ്റെ പ്രശ്നം എന്നും ഉള്ളൊരു പ്രശ്നമാണ്. 220 എന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ നല്ല കൈ കൊടുത്ത് കയറുന്ന സമയത്ത് ഫെയറിങ്ങിൻ്റെ ഒരു പ്രശ്നം അത് ഇപ്പോഴും അനുഭവിക്കാനായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ നല്ല കൈ കൊടുത്ത് കയറുന്ന സമയം ഫെയറിങ് ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇത് ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്, അതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഫെയറിങ് ഒരു വൈബ്രേഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മിറർ നല്ല ടൈറ്റാണ്, പക്ഷേ മിറർ നൂത്ത് വയ്ക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആനക്കൊമ്പ് മിറർ അന്നും ഇന്നും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനുണ്ട്. അത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം
ഒരു അതിൻ്റേതായ തനിമ കീപ്പ് ചെയ്യാനായിട്ട് നോക്കണോണ്ട് തന്നെ എടുത്തെടുത്ത് പറയേണ്ട കാര്യം, വണ്ടി അതുപോലെ തന്നെ സ്റ്റോക്കായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണുണ്ട് കേട്ടോ ഇന്നും. അതുപോലെ തന്നെ ആ ഒരു അപ്ഗ്രേഡേഷനിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതൊരാൾക്കും, ഏതൊരു ഫ്ലാറ്റ് ഫുട്ടായിട്ടുള്ള ഏതൊരാൾക്കും നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് പൾസർ 220 എന്ന് പറയുന്നത്. ഏതൊരാൾക്കും നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പം അതിലൊന്നും യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്കിനി എന്തായാലും വണ്ടി ഒന്ന് വളച്ച് പോവാം. അപ്പോൾ ഫ്രണ്ടിലുള്ള സസ്പെൻഷൻ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതായത് അപ്സൈഡ് ഡൗൺ ഫോർക്കൊന്നും അവർ ഇറക്കിയിട്ടില്ല. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിലുള്ളത്. വണ്ടി അത്യാവശ്യം നൈസാണ്, പവറാണ്, വേറെ മൂഡാണ് കേട്ടോ. സോ ഗൈസ്, ഞാനെന്തായാലും ഓവറായിട്ടൊന്നും വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഓവറായിട്ട് വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാര്യം എന്തിനാണെന്നൊക്കെ. അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ 220 അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ വണ്ടി ആഗ്രഹിക്കണോ അതുപോലെ തന്നെയാണ് വണ്ടി. അതേ മോഡലാണ്, അതേ മൂഡിലാണ് കേട്ടോ. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ 220 പറ്റിയുള്ള വീഡിയോ. നമുക്ക് എന്തായാലും ഷോറൂമിലെത്തിയിട്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ എക്സോസ് നോട്ടൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ എക്സോസ് നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം. അതുപോലെ ഗിയർ ഷിഫ്റ്റിങ് അതും അത്യാവശ്യം നൈസാണ് കേട്ടോ. എൻ്റെ ഗിയർ ഷിഫ്റ്റിങ് സ്റ്റാൻഡ് പോലും അന്നത്തെ അതേ മോഡലിൽ തന്നെ സ്റ്റാൻഡും അവർ ഇറങ്ങുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെയാണ് നിർത്തിയിട്ടുള്ള. എക്സോസ് നോട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. കണ്ട, ഇതാണ് എക്സോസ് നോട്ട്, പൾസറിൻ്റെ 220 എക്സോസ് നോട്ട്. പക്ഷേ നമ്മുടെ പഴയ 220 കുറച്ചുകൂടി നല്ലൊരു എക്സോസ് നോട്ടായിരുന്നു കേട്ടോ. അതിലൊന്നും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. പഴയ 220 കുറച്ചുകൂടി നല്ല എക്സോസ് നോട്ടായിരുന്നു. എന്തായാലും എനിവേ വണ്ടി എന്തായാലും പവറായിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെയാണ് വണ്ടി. സോ നമുക്ക് എന്തായാലും ഷോറൂമിലെത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, അപ്പം 220 എന്താണെന്ന് മനസ്സിലായല്ല. നമ്മുടെ 220 ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു കാര്യമാണ്, വളരെ ചെറിയൊരു കാര്യമാണ്. എന്തായാലും പുതിയൊരു അപ്ഡേഷൻ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. മീറ്റർ അപ്ഡേഷനിലോട്ട് വരുവാണെങ്കിൽ മീറ്ററിൻ്റെ കാര്യം ഇതാണ്. നമ്മുടെ പുതിയ മീറ്റർ 188 വരെ സ്പീഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ കിൽ സ്വിച്ച് ഓഫ് അത് ആ വാണിംഗ് കാണിക്കുന്നുണ്ട്. എഞ്ചിൻ കാണിക്കുന്നുണ്ട്, റീഫ്യൂൽ കാണിക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. മെയിനായിട്ടുള്ള കാര്യം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തന്നെയാണ്. പിന്നെ ABS വാണിംഗ് കാര്യങ്ങൾ, മറ്റ് വാണിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. RPM വരുന്നുണ്ട്. RPM നമ്മുടെ മുന്നത്തായിരുന്നെങ്കിൽ അനലോഗ് ആയിരുന്നു, അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരുന്നു കേട്ടോ. സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ പുതിയ മീറ്ററിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. വേറെ എടുത്ത് പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ 220 മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ആകെ മീറ്റർ അപ്ഡേഷൻ മാത്രമാണ് വന്നിട്ടുള്ളത്. വേറൊരു അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും വലുതായിട്ട് പറഞ്ഞു തരാത്ത. സോ നിങ്ങൾക്ക് 220 കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള 220 വീഡിയോ ഉറപ്പായിട്ടും അതിലുണ്ട്. അതിൽ ഞാൻ വണ്ടിയുടെ ബാക്കി പെർഫോമൻസ് ഓറിയൻറ്റഡുള്ള കാര്യങ്ങളാണ് പറയണം. സോ ഇത്രയുള്ള നമ്മളിത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ വണ്ടിക്കാര്യം മാത്രം. ബൈ ബൈ.